ആറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ. ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തൂ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ക്യാഷ് പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ. ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഡിവൈഎഫ്ഐ അടിവാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് കാൽനട പ്രചരണ ജാഥ നടത്തിയത്. ഡിവൈഎഫ്ഐ അടിവാട് മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. മാവുടിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ.പി. ജയകുമാർ ജാഥ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ കെ.എ. യൂസഫിന് പതാക കൈമാറി. കുടമുണ്ടക്കവലയിൽ നടന്ന സമാപന യോഗം ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ജിയോ പയസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ അടിവാട് മേഖലാ സെക്രട്ടറി കെ.എ. യൂസഫ് ക്യാപ്റ്റനും മേഖലാ പ്രസിഡന്റ് എം.എ. ഷമീം വൈസ് ക്യാപ്റ്റനും മേഖലാ കമ്മിറ്റി അംഗം മുബീന ഷംനാഥ് മാനേജറുമായാണ് ജാഥ നടന്നത്. മാവുടി, തെക്കേക്കവല, അടിവാട്, പുലിക്കുന്നേപ്പടി, കുടമുണ്ട പ്രദേശങ്ങളിലൂടെയാണ് ജാഥ കടന്നുപോയത്. ജനുവരി 20 ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് കാൽനട പ്രചരണ ജാഥ നടത്തിയത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നതാണ് ജാഥയുടെ മുദ്രാവാക്യം. റെയിൽവേ യാത്ര ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥാണ് ഡിവൈഎഫ്ഐ എല്ലാ മേഖലാ കേന്ദ്രങ്ങൾക്ക് ഇതിൻ്റെ പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചത്. മുഖ്യമായി കേന്ദ്ര അവഗണനക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചങ്ങലയുടെ രാഷ്ട്രീയ വിശദീകരണമാണ് ഓരോ മേഖലാ പ്രചരണ ജാഥയിലൂടെയും ഡിവൈഎഫ്ഐ ലക്ഷ്യമിക്കുന്നത്. ഇവിടെ അടിവാട് മേഖലാ കമ്മിറ്റിയുടെ ജാഥയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള യൂസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജാഥ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നയസമീപനങ്ങളെ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.